കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗത്തിലെ പരിശുദ്ധ പിതാവിനെ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ആരായിപ്പാൻ മഹാദൈവം നമുക്ക് ഒരു ദിവസം കൂടി നൽകിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ചില നാളുകളായി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചുള്ള അറിവുകൾ ഹല്ലേലൂയ സ്തോത്രം നേടിക്കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സത്യദൈവത്തെ ആരായിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി യാക്കോബ് എഴുതിയ ലേഖനം 1 അധ്യായം 17 വാക്യം വായിച്ചാൽ, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് എവിടെ നിന്ന് നല്ല ദാനവും ഒക്കെ വരുന്നത്? വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന്, ഉയരത്തിൽ നിന്നാണ് ഹല്ലേലൂയ സ്തോത്രം വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ വേറെയും പിതാവുണ്ടല്ലേ. ഈ പിതാവ് എവിടെയായിരിക്കുന്നത്? ഉയരത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. ഉന്നതത്തിലിരിക്കുന്നത്. അതാണ് അത്യുന്നതൻ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഉയരത്തിൽ നിന്ന് എവിടെ എന്തൊക്കെയാണ് വരുന്നത്? നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ. അപ്പം നല്ലതല്ലാത്ത ദാനമുണ്ട്, തികയാത്ത വരവുമുണ്ട്. അതെവിടെ നിന്നാണ് വരുന്നത്? ഈ ലോകത്തിൻ്റെ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഈ ദൈവത്തിന് ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. എന്നാൽ ഉയരത്തിലുള്ള ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് താഴെ എഴുതിയിരിക്കണം. വായിച്ചത് അവൻ എന്തില്ല? വികാരമില്ല, ഗതി ഭേദത്താലുള്ള അച്ചാരമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മളെ എന്ത് ചെയ്തു? ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് ലേഖനം എഴുതും പറയാം, പുല്ലുതിർന്നു പൂവാടി ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഒരു വിധത്തിലുള്ള വചനത്താൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? വീണ്ടും ജനിപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തിന് എന്തില്ല? വികാരമില്ല. പിന്നെ മറ്റുള്ള ദേവന്മാർക്കൊക്കെ എന്തുണ്ട്? വികാരമുണ്ട്, അനേക ഭാര്യമാരുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിന് എന്തില്ല? വികാരമില്ല, ഗതിഭേദത്താലുള്ള അച്ചാരമോ ഇല്ല. അതിങ്ങനെയുള്ള ദൈവം തരുന്നതൊക്കെ എന്തായിരിക്കും? നല്ല ദാനവും പിന്നെ തികഞ്ഞ വരവുമായിരിക്കും. അപ്പൊ അല്ലാത്ത സ്വഭാവം ഉള്ളവരിലൊക്കെ ഏത് ദൈവമാണ് വരുന്നത്? ഈ ലോകത്തിന്റെ ദൈവം വരുന്നത്. ആ ദൈവത്തിന് എന്തൊക്കെ ഉണ്ട്? അവന് വികാരമുണ്ട്, അച്ചാരമുണ്ട്, എല്ലാ സ്വഭാവവും ഉണ്ട്. ആ സ്വഭാവമൊക്കെ ആർക്കും വരും? അവനെ വിളിക്കുന്നവർക്കും. ഹല്ലേലൂയ സ്തോത്രം. യാക്കോബ് പറയാണ്, ആ ദൈവം ആരാന്ന് ആദ്യം തന്നെ പറയാണ്. 1:1 മുതൽ വായിച്ചാട്ടെ യാക്കോബിന്റെ ലേഖനം. ദൈവത്തിന്റെയും ദാസനാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുകയാണ്. വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? പരിശോധന സ്ഥിരമുള്ളതാകുന്നു എന്ന് അറിഞ്ഞ് അതിനെ അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. അപ്പൊ അവൻ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെയും പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ യാക്കോബ് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് എഴുതുകയാണ്, ഹല്ലേലൂയ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഇവിടെ നിന്ന് വരുന്നത്? ഉയരത്തിൽ നിന്ന്. ഹല്ലേലൂയ സ്തോത്രം വരുന്നു. ഉയരത്തിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ സ്തോത്രം. ആ ദൈവം ആരാന്നും കൂടെ ഹല്ലേലൂയ സ്തോത്രം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ വായിച്ചത് 12 ഹല്ലേലൂയ 29 ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ ദൈവം ആരാന്ന് പറഞ്ഞത്? ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ ദൈവം എവിടെ ഇരിക്കുന്നത്? ഉയരത്തിലിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എവിടെ നിന്നാണ് വരുന്നത്? ഈ നല്ല ദാനമൊക്കെ എവിടെ നിന്ന് വരുന്നത്? ഉയരത്തിൽ നിന്നും. എന്ത് ദൈവമാണെന്ന് പറഞ്ഞേക്കുന്നത്? വെളിച്ചങ്ങളുടെ പിശാചുദാനും വെളിച്ചദൂതന്റെ വേഷം കെട്ടും. അവൻ വേഷം കെട്ടും. ക്രിസ്തുവിനെ ദൈവം എന്താക്കി? വെളിച്ചമാക്കി വെച്ചല്ലേ. ആ ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കാൻ നമ്മളും ആരാ? നമ്മളും വെളിച്ചം. അപ്പൊ വെളിച്ചങ്ങളുടെ പിതാവ് ആരാ? ഒരു ദൈവമുള്ള. ആ ദൈവത്തിന് എന്തില്ല? വികാരമില്ല, വിചാരമില്ല, ഗതിഭേദത്താലുള്ള അച്ചാരവുമില്ല. ഹല്ലേലൂയ സ്തോത്രം. അല്ലാത്തതെല്ലാം കൊണ്ടുവരുന്ന ആത്മാവ് പലർക്കും അല്ലെങ്കിൽ സുവിശേഷം വരെ ചെയ്തിട്ട് പാവത്തിലേക്ക് പോകുന്നവരിൽ ഏത് ആത്മാവ് ഉണ്ടാകുന്നത്? ഈ ലോകത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. 13 അധ്യായം തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 15 ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുകയും എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അവൻ മുഖാന്തരം നാം ദൈവത്തിന്. ആര് മുഖാന്തരം? യേശു മുഖാന്തരം. ആർക്ക് പറയണം? ദൈവത്തിന്. ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ വായിച്ചത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പിന്നെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ആമേ സ്തോത്രം. പിന്നെ പറയാണ്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകിയാൽ
ആ വെളിച്ചങ്ങളുടെ ഹല്ലേലൂയ ദൈവാര അവൻ നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചം അല്ലേ, ആത്മാക്കൾക്ക് വേണ്ടി. അപ്പം നിങ്ങളിലിരിക്കുന്ന ആത്മാവ് എന്താണെന്നാ പറഞ്ഞത്? അത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിന് ആത്മാക്കൾക്ക് വേണ്ടി ആരും ജാഗരിക്കുന്നേ? ദൈവത്തിന്റെ വേലക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ദൈവസന്നിധിയിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്നവരെ എന്ത് ചെയ്യണം? അനുസരിച്ച് കീഴടങ്ങിയിരിക്കാൻ പറയണം. ഹല്ലേലൂയ സ്തോത്രം. അതിന് അധരഫലം എന്ന സ്തോത്രയാഗം എന്ത് ചെയ്യണം? ഇടവിടാതെ എന്ത് ചെയ്യണം? ആർക്ക് അർപ്പിക്കേണ്ടത്? അവൻ മുഖാന്തരം ആർക്ക് അർപ്പിക്കണം? ദൈവത്തിന് അർപ്പിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ ഒരു സ്തോത്രത്തിന്റെ വില എത്രയാ? 69-ാം സങ്കീർത്തനം എടുത്ത് അതിന്റെ 30 മുതൽ വായിച്ചാൽ, ഞാൻ പാട്ടോടെ ദൈവത്തിന് സ്തുതിക്കും, സ്തോത്രത്തോടെ എന്ത് ചെയ്യും? അവനെ മഹത്വപ്പെടും. ആ സ്തോത്രത്തിന് വിലയുണ്ടെന്ന് താഴെ എഴുതിയിരിക്കുക, വായിച്ചാട്ടെ. ആ സ്തോത്രത്തിന്റെ വില യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും. അപ്പൊ ഒരു കാളയുടെ വില എത്രയാ ഇന്നൊരു കാളയ്ക്ക് എത്ര വില കൊടുക്കണം? ഹല്ലേലൂയ സ്തോത്രം. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 30,000 മുതൽ 1,00,000 രൂപ വിലയുള്ള കാളകളുണ്ടല്ലേ. അപ്പൊ അതിനേക്കാളിലും മൂരിയെക്കാളിലും വിലയേറിയതാണ് സ്തോത്രത്തിന്റെ വില. അപ്പൊ നീ ഒരു സ്തോത്രം പറയുമ്പോൾ നിന്റെ വില എന്തോരം അവിടെ കയറുന്നുണ്ട് സ്വർഗത്തിൽ. അത് കാളകളെക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരികളെക്കാളും പ്രസാദമാണ്. അപ്പൊ ആ ഒരു സ്തോത്രം നമ്മൾ ദൈവസന്നിധി പറയണമെങ്കിൽ അത്രയ്ക്കും എന്തുണ്ട്? വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? വെളിച്ചങ്ങളുടെ പിതാവ്. അപ്പൊ ഇനി ഇരുളിന്റെ പിതാവിനെ കുറിച്ച് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം പഠിക്കണം. വെളിച്ചത്തിന്റെ പിതാവ് ആരാന്നിപ്പോ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഇരുളിന്റെ പിതാവ് ആരാ? ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്, മനുഷ്യപുത്ര, അവനോട് പറയേണ്ടത്, സോർ രാജാവ്, പിശാചിന്റെ ഒരു പേരാണ് സോർ രാജാവ് കേട്ടോ. ആ ഹല്ലേലൂയ സ്തോത്രം. അവനോട് എന്ത് പറയണമെന്നാ പറഞ്ഞേ പ്രവചിക്കുന്നത് യെഹെസ്കേല്? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നീ ആരായിരുന്നു? മുദ്രയായിരുന്നു, ദൈവത്തിന്റെ മുദ്രയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോ എസ്തറിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ മോർദിക്കായ്ക്ക് എന്ത് കിട്ടി? മുദ്രമോതിരം കിട്ടിയല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ അനേകർക്ക് മുദ്രമോതിരം കൊണ്ട് രാജാവ് മുദ്ര ഇട്ട് കഴിഞ്ഞാൽ അതിന് നീക്കം വരില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മുദ്ര ആരായിരുന്നു? ഈ സോർ രാജാവായിരുന്നു. അവൻ ആരായിരുന്നു? വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആരായിരുന്നു? വെളിച്ചമായിരുന്നു. അവൻ എങ്ങനെ ഇരുളായെന്നുള്ളതാ, വായിച്ചാട്ടെ. ആ, അവൻ എങ്ങനെയുള്ളവനായിരുന്നു? ജ്ഞാനത്തിൽ സമ്പൂർണനായിരുന്നു. ദൈവത്തിന്റെ മകനവൻ. ആ, ജ്ഞാനത്തിൽ സമ്പൂർണനായിരുന്നു. ആ സൗന്ദര്യ, അവന് സൗന്ദര്യത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. ആർക്ക്? ഈ സോർ രാജാവാകുന്ന ഇപ്പോൾ പിശാച് കേട്ടോ. അവൻ ആരായിരുന്നു? ദൈവം സൃഷ്ടിച്ച നാളിൽ അവൻ എങ്ങനെയുള്ളവനായിരുന്നു? സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ജ്ഞാനം സമ്പൂർണനായിരുന്നു. വായിക്കേ. ആ, അവൻ എവിടെയായിരുന്നു? ആ, ഏദൻ തോട്ടത്തിൽ. പിന്നെ രണ്ടാമത് അവൻ ഏദൻ തോട്ടത്തിൽ ആദ്യമായിരുന്നത് ആരാ? പിശാച. രണ്ടാമതാണ് ആദാമിനെയും ഹവ്വായും സൃഷ്ടിച്ച കേട്ടോ, മറക്കരുത്. ആദ്യം ഇവൻ എവിടെയായിരുന്നു? ഏദൻ തോട്ടത്തിലായിരുന്നു. ആ, വായിക്കേ. ആ, ഇവനെ ഇനി ഉണ്ടാക്കിയിരുന്നത് എന്തൊക്കെ കൊണ്ടാണ്? എത്ര വിധ രത്നം കൊണ്ടാ? വായിച്ചേ. താമ്രമണി, പീതരത്നം, വജ്രം, നീലക്കല്ല്, മാണിക്യം, ഇത്ര രത്നങ്ങൾ മാത്രമല്ല, സകലവിധം. ഇന്ന് ലോകത്ത് എത്ര വിധ രത്നങ്ങളുണ്ടോ അതിന്റെ എല്ലാം കൊണ്ട് എന്താ ആരും ഉണ്ടാക്കിയിരുന്നത്? പിശാചിനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എന്തില്ല? മരണമില്ല. മനസ്സിലായോ? ഈ കല്ലൊക്കെ നശിക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല. വായിച്ചേ. മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ എന്ന് വെച്ചാൽ അവനെ ഉണ്ടാക്കിയ നാളിൽ. അവൻ സൃഷ്ടിയാ. സോർരാജാവാരാ? അല്ലെങ്കിൽ ഈ പിശാചാരാ? സൃഷ്ടിയാ. പുത്രനാരാ? സൃഷ്ടിയാ. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും ദൈവമേറിയ സൃഷ്ടിയിലൂടെ കടന്നു വന്ന ആരാ? കർത്താവ് അല്ലേ? അപ്പൊ യേശു കർത്താവും സൃഷ്ടിയാണ്. അവനും ദൈവപുത്രനാ, ഇവനും ദൈവപുത്രനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരുന്നത്? സകലവിധ രത്നങ്ങൾ കൊണ്ടും. പിന്നെ ജ്ഞാന സമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു. അവന് എന്തില്ല? സൗന്ദര്യത്തിൽ ഒരു കുറവും ഇല്ല. ദൈവത്തെ തീർത്ത നാളിൽ, അവനെ ഉണ്ടാക്കിയ നാളിൽ എന്ന് വെച്ചാൽ അവന്റെ സൃഷ്ടിയാണ്, സൃഷ്ടിച്ച നാളിൽ. ഇങ്ങനെയൊക്കെയായിരുന്നു അവനെ സൃഷ്ടിച്ചത്. ആ, വായിച്ചാട്ടെ.
പൊന്നുകൊണ്ടായിരുന്നു അവന്റെ പണികൾ. വായിച്ചാട്ടെ. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരുവാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരുവായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇടയനെ കുറിച്ച് ഒരു മെസ്സേജ് ആണല്ലേ. അവരെ ഇടയനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. ഏദനിൽ നിന്ന് ആരെ പുറത്താക്കി? ആദാമിനെയും ഹവ്വായെയും പുറത്താക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു? ആരെ വെച്ചു? കാവലിൽ ആരെ വെച്ചേ? തിരിയുന്ന വാളുമായി കെരൂബിനെ വെച്ചു. മനസ്സിലായോ? കെരൂബ് എന്ന് പറഞ്ഞ ആരാ? അപ്പൊ ഈ ലൂസിഫർ അല്ലെങ്കിൽ പിശാച് ആരായിരുന്നു? ദൈവത്തിന്റെ ദൂതനായിരുന്നു. ഹല്ലേലൂയ, വായിച്ചാട്ടെ. കെരുവാകുന്നു. ആ. ഞാൻ നിന്നെ വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നിന്നെ ഞാൻ എവിടെ ഇരുത്തിയിരുന്ന? വിശുദ്ധ ദേവപർവ്വതത്തിൽ. അതേതാ പർവ്വതം? വിശുദ്ധ ദേവപർവ്വതം ഏതിന് തുല്യമാ? അല്ലെങ്കിൽ ഏതിന് തുല്യമാ? ഏതിന് തുല്യമായ സ്ഥലത്ത് ആരെ ഇരുത്തിയിരുന്നത്? അതാ ഏദൻ തോട്ടം. ഏദൻ തോട്ടത്തിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം. വായിച്ചട്ടെ. നീ അഗ്നിമയ രത്നങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നീ എവിടെ നടന്നിരുന്നത്? അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോകും. അഗ്നിമയമായ തേരും തേരാളികളും അതിന്റെ നടുവിലായിരുന്നു ആര് നടന്നത്? ഈ ലൂസിഫർ, പിശാച് നടന്നത്. എബ്രായരെ നമ്മളിങ്ങനെ വായിച്ചേ. നമ്മുടെ ദൈവം ആരാ? ദഹിപ്പിക്കുന്ന അഗ്നിമയത്തിന്റെ നടുവിൽ ആര് നടത്തിയത്? ഈ പുത്രനാം ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ലൂസിഫറിനെ ആദ്യം ദൈവം നടത്തിയിരുന്നു. വീഴുന്നുള്ള കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. പാപത്തിൽ എങ്ങനെ വീണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം അവിടെ ആരാന്ന് പറഞ്ഞേ? വെളിച്ചങ്ങളുടെ ദൈവമാണ്. അവൻ ഉയരത്തിലുമാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പിശാച് ഉയരത്തിലാണോ? അല്ല. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചേ, താട്ട് വായിച്ചേ. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നെ ഇവിടെ സൃഷ്ടിച്ച നാൾ. അപ്പൊ സൃഷ്ടിയാ. പിശാചാരാ? ഇപ്പൊ അവൻ ആരാന്നാ പറഞ്ഞത്? ദൈവമാണെന്ന് പറഞ്ഞായിരിക്കുന്നത് അല്ലേ. പിന്നെ ഒരു കൂട്ടർക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം പുള്ളി തന്നെയാ. പിന്നെ ഒരു കൂട്ടർക്ക് പുത്രനാ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ വരുന്ന ആളാരാ? ലൂസിഫർ അല്ലേ. അപ്പൊ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഈ നീതികേട് ചെയ്യുന്നിടം വരെ അവൻ ആരായിരുന്നു? നിഷ്കളങ്കനായ ഒരു ദൈവത്തിന്റെ കെരൂബായിരുന്നു, മകനായിരുന്നു. അപ്പൊ മനസ്സിലായോ പിശാച് ആരാന്നുള്ളത്? നീതികേട് കാണുന്നിടം വരെ അവൻ ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. എന്നാൽ ഇനി കണ്ടോണം. ഇനി താഴോട്ട് അങ്ങനെ വായിച്ചാട്ടെ. എന്ത് നിമിത്തം അവന് നിഗളം ഉണ്ടായത്? എന്റെ വ്യാപാരം. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ ആത്മാവ് എന്താണ്? വ്യാപരിക്കുന്ന ശക്തി, അത്യന്ത ശക്തി അല്ലേ. ഇതുപോലെ തന്നെ പിന്നെ ആരായിരുന്നു? പിന്നെ വ്യാപരിക്കുന്ന ശക്തിയുള്ളവനായിരുന്നു. മനസ്സിലായോ? അവൻ ആരായിരുന്നു? ദൈവത്തിന്റെ മകനായിരുന്നു. നീതികേട് കാണുന്നിടം വരെ അവനിൽ എന്തുണ്ടായിരുന്നു? ശക്തി ഉണ്ടായിരുന്നു അല്ലേ. വ്യാപരിക്കുന്ന ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി നിമിത്തം അവൻ നിഗളിച്ചത്. വായിച്ചേ. വ്യാപരിക്കുന്ന കണ്ടോ? ഹൃദയത്തിൽ എന്തുണ്ടായി? സാഹസം ഉണ്ടായി. സാഹസക്കാരനോട് കൂടെ നീ എന്ത് ചെയ്തു? കൂട്ടുകൂടരുതെന്നാണ് ആര് പറയുന്നത്? ശലോമൻ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവനെന്തുണ്ടായി? അപ്പൊ സാഹസക്കാരനോട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ സാഹസക്കാരനിൽ വരുന്ന ആത്മാവ് ഏതാ? ഇവനാ. ഈ സ്വർഗരാജാവ് വരുന്നത്. ആരാ വരുന്നത്? ഈ ലൂസിഫർ അല്ലെങ്കിൽ സാത്താൻ, പഴയ പാമ്പ്, സർപ്പം. അതിന്റെ പല പേരുകളുണ്ട്. പല പേരുകളായിട്ടാണ് അവൻ അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു പ്രധാന പേരിൽ അവനിപ്പോ ഇരിക്കുന്നത്. ഏത് പേരിലാണ് അവൻ ഇരിക്കുന്നത്? യേശു, പുത്രനാം യേശു. അവന്റെ പേരെന്നാ? പൗലോസ് പറഞ്ഞ എന്താ അവന്റെ പേര്? ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. അപ്പൊ അവന്റെ പേര് യേശുവാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അവന് നീതികേട്. വായിച്ചട്ടെ. സാഹസം കൊണ്ട് നിറഞ്ഞു. സാഹസം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? പാപം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. സാഹസം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? പാപം ചെയ്യും. നമ്മുടെ ദൈവത്തിന് എന്തില്ല? വികാരമില്ല, വിചാരമില്ല, ഗതിവേഗത്താലുള്ള അച്ചാരം നമ്മുടെ ദൈവത്തിന് ഇല്ല. അപ്പൊ ഇതൊക്കെ കൊണ്ടിരുന്ന ആരാ? ഈ സ്വർഗരാജാവ് അല്ലെങ്കിൽ ഈ ലൂസിഫർ. ഈ സ്വഭാവമൊക്കെ വരുന്ന ആരിൽ നിന്നാ വരുന്നേ? വായിച്ചാട്ടെ, താഴോട്ട് വായിച്ചാട്ടെ. ഈ കാരണം കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഇവനെ അശുദ്ധനെന്ന് എണ്ണി. നിഷ്കളങ്കനായിരുന്നവനാ കേട്ടോ. ഇപ്പൊ ആരായി മാറി? അശുദ്ധനായി മാറി. കണ്ടോ? അവൻ നമ്മുടെ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാകുമ്പോൾ ഇപ്പൊ ആരുടെ പിതാവായി മാറിക്കൊണ്ടിരിക്കുക? അശുദ്ധനായില്ലേ. അശുദ്ധന് അവനിൽ എന്താ ഉണ്ടാകുക? അശുദ്ധനിൽ എന്താ ഉള്ളത്? ഇരുള്. മനസ്സിലായോ? അപ്പൊ അശുദ്ധനായി മാറി. വായിച്ചോട്ടെ. മറയ്ക്കുന്ന കെരുവേ. ഇവൻ ആരാണ്? എങ്ങനെയാ വിളിച്ചേക്കുന്നവനെ? സ്വർഗരാജാവ്. പിന്നെ മറയ്ക്കുന്ന കെരുവേ. മറയ്ക്കുന്ന കെരുവേ നിന്ന് മുടിച്ചു കളഞ്ഞു. എങ്ങനെയായിരുന്നു? ദൈവം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ. ആ അഗ്നിമയമായ തേരും തേരാളികളുമുള്ള ആ രഥങ്ങളുടെ മധ്യ അല്ലെങ്കിൽ കോടാകോടി ദൂതന്മാരുള്ളവരുടെ നടുവിൽ ഇവനെ ആക്കി വെച്ചിരുന്നു. പ്രധാന മകനായിട്ട് എന്ത് ചെയ്തു? ആക്കി വെച്ചിരുന്നത്. അപ്പൊ ദൂതന്മാരെല്ലാം ദൈവത്തിന്റെ മക്കളാ.
അതാ വരുവിൻ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരും വന്നത് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാ. താഴോട്ട് വായിച്ചേ. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. എങ്ങനെയാ ദൈവം നിർമ്മിച്ചിരുന്നത്? സൗന്ദര്യ സമ്പൂർണ്ണൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തില്ല, കുറവില്ലാതെ അവൻ പീതരത്നം, നീലക്കല്ല്, വൈഡൂര്യം, ഇന്ദ്രനീലം, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? നിഗളിച്ചു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ സൗന്ദര്യ നിമിത്തമാണ് എന്ത് ചെയ്തത്? ഹൃദയം എന്ത് ചെയ്തു? ഗർവിച്ചു. പിന്നെ പ്രഭ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വെളിച്ചം. എന്തുകൊണ്ടാണ് അവൻ നിഗളിച്ചത്? അപ്പൊ ആരായിരുന്നു ഇവൻ? പാപം അല്ലെ, അവനിൽ നീതികേട് കാണുന്നിടം വരെ അവൻ എങ്ങനെയുള്ളവനായിരുന്നു? അഗ്നിമയമായ തേരും തേരാളികളുടെ നടുവിൽ നടന്നവനാണ്, പ്രഭയുള്ളവനാണ്, പിന്നെ ശക്തിയുള്ളവനാണ്. വ്യാപാര ശക്തിയുള്ളവൻ കേട്ടോ, വ്യാപാര ശക്തി. ഇതെല്ലാം കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഗർവിച്ചു. പിന്നെ എന്ത് ചെയ്തു? നെഗളിച്ചു. അതാ ഞാൻ 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 എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. വായിച്ചാട്ടെ. കണ്ട, ഞാൻ നിന്നെ, ഇവിടെ ഞാൻ എന്ന് പറയാൻ അധികാരം ആർക്കാ ഉള്ളത്? അവൻ പോയി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെച്ചേക്കോ? ഹല്ലേലൂയ സ്തോത്രം പറയുക. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ കണ്ട് രസിക്കത്തക്കവണ്ണം. ആരാ ഈ രാജാക്കന്മാര്? ദൂതന്മാര്. നമ്മളൊക്കെ ആരാ? രാജാക്കന്മാരെ, രാജകീയ പുരോഹിത വർഗമാക്കാൻ പോവാ നമ്മളെ. ആരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞത്? രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കാൻ തക്കവണ്ണം അവരുടെ മുമ്പിൽ എന്ത് ചെയ്തു? നിന്റെ അകൃത്യ ബാഹുല്യം നിമിത്തം കൊണ്ട്, നിന്റെ വ്യാപാരത്തിന്റെ നീതികേട് കൊണ്ട് നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ എന്ത് ചെയ്തു? എവിടെയാക്കിയിരുന്നത്? ആണ് ഇരുത്തിയിരുന്നത്? ഏദൻ തോട്ടത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ ഇരുത്തിയവൻ നെഗളിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അശുദ്ധമാക്കി. കണ്ടോ? അപ്പം സൃഷ്ടി എപ്പോഴും ആരായിരിക്കും? സൃഷ്ടിയായിരിക്കും. ദൈവം എപ്പോഴും ആരായിരിക്കും? ദൈവമായിരിക്കും. അവൻ എന്തില്ല? വികാരമില്ല, വിചാരമില്ല, ഗതിഭേദത്താലുള്ള അച്ചാരമില്ല. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നാം അവന്റെ സൃഷ്ടിയിൽ ഒരുവിധപ്പെട്ട ആദ്യ സൃഷ്ടി ആകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? നമ്മളെയും എന്താക്കിയിരിക്കുക? ആദ്യ സൃഷ്ടി ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയും, ദൈവം ജ്ഞാനത്തിൽ പുത്രനെ സൃഷ്ടിച്ച അവൻ മുഖാന്തരം സകലവും എന്ത് ചെയ്തു? സൃഷ്ടിക്കപ്പെട്ടു. ഇവൻ നെഗളിച്ചു പോയതുകൊണ്ട് ഇവനെ എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? ഇവന് ദൈവം പുത്രനാ ദൈവമായിട്ടിരിക്കുന്നവൻ ദൈവത്തിന്റെ പുത്രൻ തന്നെയായിരുന്നു അല്ലേ? അവനെ സൃഷ്ടിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ വെളിച്ചമെല്ലാം പോയി. ഏത്? നീലക്കല്ല്, ഇന്ദ്രനീലം, വൈഡൂര്യം, പിന്നെ ഈ പീതരത്നം, ഇങ്ങനെയുള്ള പ്രഭകളെല്ലാം, അങ്ങനെയുള്ള പല കല്ലിന്റെ പ്രഭ എന്ത് ചെയ്തു? ഈ ഭൂമിയിലെ നീലക്കല്ലല്ല കേട്ടോ, സ്വർഗത്തിലാണെന്ന് ഓർത്തോണം. അപ്പോൾ അതിന്റെ പ്രഭ എന്തായിരിക്കും? അതിന്റെ ആ വെളിച്ചമൊക്കെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. താഴെ വായിച്ചേ. ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. പിന്നെ അത് നിന്നെ നിന്നെ കാണുന്ന ഏവരുടെ മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും. ഇതായിട്ടുണ്ടോ? സദാകാലത്തേക്ക് ഇല്ലാതായോ? ഇല്ല. അത് ഇത് പ്രവചനം ആലില്ല നടക്കാൻ പോണതാണ്. എന്നാൽ ജാതികളിൽ നിന്നെ അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ടെന്ത് ചെയ്യും? സ്തംഭിച്ചു പോകുന്ന കാലം വരുന്നുണ്ട്. ഇപ്പൊ ആരാധിക്കുന്ന ആര്? ഇന്ന് പെന്തക്കോസ്തുകാർക്ക് ഇന്ന് ആരാധിക്കുന്ന ആരെയാ? ഈ ആരെയാ? സോർ രാജാവിനെയാണ് ആരാധിക്കുന്നത്. ഇന്ന് പോയി ഞായറാഴ്ച പോയി ആരെയാ ആരാധിക്കുന്നത്? സോർ രാജാവ് ആരാ? പുത്രനാം ദൈവ. പുത്രനാം ദൈവത്തെ ഇന്ന് ആരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവർ ആരെയാ ആരാധിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് അതുകൊണ്ട് എന്തുണ്ട്? വികാരമുണ്ട്, വിചാരമുണ്ട്, ഗതിവേദത്തോടുള്ള അച്ചാരമെല്ലാം ആർക്കുണ്ട്? ഈ പിശാചിനുള്ള പോലെ തന്നെ അവർക്കും ആരാധിക്കുന്നവർക്കും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം വായിച്ചാട്ടെ. അതിന്റെ 12 മുതൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നീ അവന്റെ വേറൊരു പേരാ അരുണോദയൻ. ആരാ അരുണോദയൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സൂര്യൻ. സൂര്യൻ ദൈവമാണ്, പറഞ്ഞ ശരിയാ. അരുണോദയൻ നമ്മുടെ ദൈവം ആരാ? നീതി സൂര്യൻ. നമ്മുടെ ദൈവത്തിന്റെ ഒരു പേരാണ് നീതി സൂര്യൻ. അരുണോദയ പുത്രനായ ശുക്ര എന്ന് ആര് പ്രവചിക്കുക? യെശയ്യാവ് പ്രവചിക്കാന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ഇവനെ കുറിച്ച് ഹല്ലേലൂയ നമുക്കൊക്കെ വെളിപ്പെടാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? യെശയ്യാവിലൂടെ, ഇതുപോലെ തന്നെ പിന്നെ യെഹെസ്കേലിലൂടെ ഒക്കെ എന്ത് ചെയ്തു? അവൻ പാപം ചെയ്യുന്നിടം വരെ അവൻ ആരായിരുന്നു? അവൻ നിഷ്കളങ്കനായിരുന്നു അല്ലേ? ദൈവത്തിന്റെ മകനായിരുന്നു. എന്നാൽ അവൻ എന്ത് ചെയ്തു? അവൻ എങ്ങനെയാ പാപം ചെയ്തേ? ഇന്ന് പലരും സൗന്ദര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിഗളിക്കും അല്ലേ? സൗന്ദര്യം കണ്ട് നിഗളിക്കും. പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും?
നിഗളിക്കും. ഇതൊക്കെ വരുന്ന അവിടെ ആരാ വരുന്നേ? സ്വർരാജാവ് അവരിൽ വരുന്നത്. നമ്മുടെ ദൈവം എങ്ങനെയാണ്? ഉയരത്തിലുള്ള വെളിച്ചങ്ങളുടെ പിതാവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14:12 മുതൽ വായിച്ചാട്ടെ. അരുണോദയ പുത്രനായ ശുക്രാ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് ഇവനെന്താ ചെയ്തത്? ജാതികളെ എന്ത് ചെയ്തു? താഴ്ത്തിക്കളഞ്ഞവനെ. ഇതെങ്ങനെയാ വീണത്? വെട്ടേറ്റ്. എവിടെ കിട്ടാ ദൈവം വെട്ടിയത്? ദൈവം എവിടെയാ വെട്ടിയത്? നമ്മുടെ ദൈവം ആരാ? വെളിച്ചങ്ങളുടെ പിതാവ് അല്ലെ? അപ്പൊ ഇവനെ എവിടെയാ വെട്ടിയത്? ഇവനെ എങ്ങനെയാ സൃഷ്ടിച്ചത്? അതെ, വെളിച്ചത്തോടെ വെട്ടിച്ചത്. ഇവൻ ആരായിരുന്നെന്ന് പറഞ്ഞത്? അല്ലെ, പുത്രനാണ്. അവൻ എന്താ എങ്ങനെയുള്ളവനാണെന്ന് പറഞ്ഞത്? വെളിച്ചമുള്ളവനല്ലേ? വെളിച്ചമുള്ളവനാണ്. നമ്മളിപ്പോ എസ്കേൽ പ്രവാചക പുസ്തകത്തിൽ വായിച്ചത്. അവൻ വെളിച്ചമായിരുന്നു, വെളിച്ചവാഹിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പിന്നെ പിശാചിതാനും വെളിച്ചത്തിന്റെ വേഷം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ വെളിച്ചത്തിന്റെ മകൻ, വെളിച്ചമാകുന്ന പിതാവിന്റെ വെളിച്ചമായിരുന്ന മകനാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവന് നീതികേട് വരുന്നിടം വരെ അവൻ എന്തുണ്ടായിരുന്നു? വെളിച്ചമുണ്ടായിരുന്നു. ഇപ്പൊ അവൻ ഇരുള. അല്ലെങ്കിൽ ആസ്പത്രം. അപ്പൊ ഇവനെ എങ്ങനെയാ വെട്ടിയത്? ദൈവമാണ് വെട്ടി താഴ്ത്തി വിട്ടത്. എവിടേക്കിട്ടാ വെട്ടി? അവന്റെ പ്രഭ വെട്ടി. അവന്റെ വെളിച്ചം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. വായിച്ചാട്ടെ. അവന്റെ എന്തിനാ ദൈവം വെട്ടിയത്? ചുമ്മാ ദൈവം ആരെങ്കിലും ശിക്ഷിക്കുവോ? നമ്മുടെ ദൈവത്തിന് എന്തില്ലെന്നാ പറഞ്ഞേ? വികാരമില്ല, വിചാരമില്ല, ഗതിഭേദത്താലുള്ള അച്ചാരമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം വെറുതെ വെട്ടുവോ? എന്തിനാ വെട്ടിയേ? വായിച്ചേ. അവൻ പറയാണ് ഞാൻ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്ന് പറയരുതെന്നല്ലേ പറഞ്ഞേ? ഞാൻ എന്ന് പറയാൻ ആർക്കാ ഉള്ളത്? അയ്യാം എന്ന് പറഞ്ഞത് ആരാ? ആദ്യമായിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ എങ്ങനെയാ? ഞാനാകുന്നു. ഞാനാകുന്നു. ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഞാനാകുന്നവൻ നിന്നെ അയച്ചെന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു? പറയാൻ പറഞ്ഞു. മോശയോട് പറഞ്ഞു അല്ലേ? ഞാൻ എന്ന് പറയാൻ ആർക്കേ ഉള്ളൂ അധികാരം? ദൈവത്തിനേ ഉള്ളൂ. നമുക്കൊക്കെ ആരാന്നോ? അതുകൊണ്ട് യഹൂദന്മാരൊന്നും എന്ത് ചെയ്യില്ല, ഞാനെന്ന് ഇപ്പോഴും പറയാറില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ വാക്ക് തന്നെ അവർ മാറ്റി. വായിക്കാം, അതിനെക്കുറിച്ച് ഒരു ദിവസം പഠിപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഹല്ലേലൂയ, വായിച്ചാട്ടെ. ഇവൻ പറയുന്നു, ഞാൻ സ്വർഗത്തിൽ കയറും. ഈ ഹല്ലേലൂയ, സ്തോത്രം. സൂര്യരാജാവ് ഇപ്പം എത്ര സൃഷ്ടിച്ച സൗന്ദര്യം കൊണ്ടും പിന്നെ എന്തുണ്ട്? ജ്ഞാനസമ്പൂർണനാ. എന്തുണ്ട്? ജ്ഞാനസമ്പൂർണനാ. പൂർണ്ണമായിട്ടുള്ള ജ്ഞാനമുള്ളവനാ. അവൻ എന്ത് ചെയ്തു? നെഗളിച്ചു പോയി. അപ്പൊ എത്ര ജ്ഞാനം ഉണ്ടെങ്കിലും നെഗളിച്ചു പോയാൽ എന്തായിത്തീരും? ഹല്ലേലൂയ, സ്തോത്രം. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമായിരുന്നു. ഇവൻ എന്തുണ്ടായില്ല? സൃഷ്ടിച്ചവനോടുള്ള ഭക്തി ഇല്ലാതായിപ്പോയി. എങ്ങനെയാ വെട്ടേറ്റ് വീണത്? സൃഷ്ടിച്ച ദൈവത്തിലേക്ക് അവൻ എന്തില്ല? ഭക്തി ഇല്ലാതായിപ്പോയി. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ വെട്ടി? ഞാൻ സ്വർഗത്തിൽ കയറും. ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് ദൈവം, നമ്മുടെ ദൈവം എങ്ങനെയാ പറയുന്നത്? നക്ഷത്രങ്ങൾക്കൊക്കെയും പേര് ചൊല്ലി വിളിക്കുന്നതാണ്. ഇപ്പോ ഈ ശാസ്ത്രം തന്നെ എത്ര നക്ഷത്രത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്ര എണ്ണത്തിന് പേരിട്ടിട്ടുണ്ട്. കോടി നക്ഷത്രമുണ്ട് അല്ലേ? കോടി ദൂതന്മാരുള്ള പോലെ കോടി നക്ഷത്രങ്ങളുണ്ട്. അതിനൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നത് നമ്മുടെ ദൈവത്തോട് അവൻ പറയാണ്, ഞാൻ നിന്റെ നക്ഷത്രത്തിന് മീതെ എന്ത് ചെയ്യും? വായിക്കേ. നക്ഷത്രത്തിന് മീതെ, ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വെക്കാനായിട്ട് എന്ത് ചെയ്യുക? നോക്കുകയാണ്. പിന്നെ നമ്മുടെ ദൈവത്തിന്റെ ഉത്തര ദിക്ക്, ഇന്ന് ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനിരിക്കുന്നത്. ഉത്തര ദിക്ക് ആരുടെ ദിക്കാ? ഉത്തര ദിക്ക് എന്ന് പറഞ്ഞാൽ ഏതാ? വടക്ക്. ഇന്ന് വടക്ക് നോക്കിയ യന്ത്രമൊക്കെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഈ യന്ത്രത്തിന്റെ ഒക്കെ പ്രവർത്തനം എങ്ങനെയാണ്? ഉത്തര ദിക്ക് ആരുടെ ദിക്കാ? ഉത്തര ദിക്ക്. വായിക്കേ. ഞാൻ ഈ ദിക്കിനെ കുറിച്ചൊക്കെ ഒരു ദിവസം പഠിപ്പിക്കാം. ഇപ്പൊ അതിന്റെ ഒന്നും സമയം പോലെ. വായിച്ചട്ടെ. ഇത് ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. എവിടെ ചെയ്യും? ഉത്തര ദിക്ക് ആരുടെ ദിക്കാ? അതിന്റെ മേലെ കയറുന്നതുകൊണ്ട് എന്ത് ചെയ്യും? എങ്ങനെയാ ചെയ്യും പറഞ്ഞേ? ഇരുന്നരുളും. ഇവൻ ജ്ഞാനസമ്പൂർണ്ണനായിരുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയുന്നതൊക്കെ മറ്റോ. കാരണം ഇവനെ എവിടെ വെച്ചിരുന്നത്? അഗ്നിമയമായ രഥങ്ങളുടെ മധ്യയായിരുന്നു ഇരുന്നത് അല്ലേ? എന്ന് വെച്ചാൽ ദൂതന്മാരുടെ മധ്യയായിരുന്നു. അപ്പൊ അവൻ അവിടെ ഇരുന്നുകൊണ്ട് അരുളും. അപ്പൊ ഈ ദൂതന്മാരൊക്കെ എന്ത് ചെയ്തോണം? അനുസരിച്ചോണം. സൃഷ്ടിച്ച ദൈവവും അവിടെ ഒന്നും അല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പിശാച് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവൻ ചെയ്തില്ല, ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. വായിച്ചട്ടെ. മേഘോന്നതങ്ങൾക്ക് മീതെ. അല്ലെങ്കിൽ മേഘത്തിന്റെ ഉന്നതയിൽ ഇരിക്കുന്ന ആരാ? അത്യുന്നതൻ ആരാ? നമ്മള് 91 സംഖ്യ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നീളം കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയാനുള്ള ആളായിരുന്നു ആര്? ഇവനും അങ്ങനെ പറയേണ്ടവനായിരുന്നു. ആര്? പിന്നെ സോർ രാജാവ്, അല്ലെങ്കിൽ ലൂസിഫർ, അല്ലെങ്കിൽ പിശാച്. എങ്ങനെ പറയേണ്ടവൻ എന്ത് ചെയ്തു?
ഇവൻ പറയും, ഇപ്പൊ ഹൃദയത്തിൽ ഇരുന്ന് പറയും, ഞാൻ എന്ത് ചെയ്തു, മേഘോന്നതിന് മീതെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും, മീതെ കയറും, അത്യുന്നതനോട് സമനാകും. സമനാകും. ഇപ്പൊ മനസ്സിലായോ? ദൈവം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ചില നാളുകളായിട്ട് അല്ലെങ്കിൽ കർത്താവ് എനിക്ക് തന്ന ഹല്ലേലൂയ സ്തോത്രം വചനത്തിലൂടെ എല്ലാം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് തുല്യനാരുമില്ല, സമനാരുമില്ല, ദൂതന്മാരിൽ എനിക്ക് തുല്യനില്ല, മനുഷ്യപുത്രന്മാരിൽ എനിക്ക് തുല്യനല്ല, സ്വർഗത്തിൽ എനിക്ക് തുല്യനാരുമില്ല, ഭൂമിയിൽ എനിക്ക് തുല്യനാരുമില്ല എന്ന ദൈവം എന്ത് ചെയ്തു? ദൈവം തന്നെ പറഞ്ഞു അല്ലേ? അപ്പൊ ദൈവം തന്നെ കുറെ ചോദ്യം ചോദിച്ച് ദൈവം തന്നെ ആൻസർ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയാണ്, ഞാൻ അത്യുന്നതനോട്. അപ്പൊ ഇന്ന് പെന്തക്കോസ്തുകാരൊക്കെ തുല്യ ദൈവത്തെ ആരാധിക്കാൻ പോയിരിക്കാം. ആരെ ആരാധിക്കാൻ പോയിരിക്കുന്നത്? പുത്രനാം ദൈവത്തെ അല്ലേ? പിതാവിനോട് തുല്യ ദൈവം. ബൈബിൾ കോളേജ് പഠിപ്പിച്ച അങ്ങനെ ഒരു പാസ്റ്റർ പഠിപ്പിച്ചതാ. പുത്രൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ പുത്രനോട്, ദൈവമേ നിന്റെ സിംഹാസനം എന്ന് എന്നേക്കുള്ള സിംഹാസനം എന്ന് പറഞ്ഞ് ദൈവമേ എന്ന് പിതാവായവൻ പുത്രനെ വിളിച്ചെന്നാ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ദേവനെ എന്ന് വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, എല്ലാത്തിനും മീതെ അവനെ എന്താക്കി വെച്ചിരിക്കുക? കർത്താവും ദൈവമാക്കി വെച്ചെന്ന് പറഞ്ഞാൽ, ദൈവമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമല്ല, ദൈവമായി എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ദൈവം എന്ത് ചെയ്തിരിക്കുക? അധികാരം കൊടുത്തിരിക്കുക. അതുകൊണ്ട് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക്, പുത്രൻ പറയും, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ കിട്ടിയതാ? നല്ല ഇവൻ ഈ പുത്രനാം ദൈവം എന്ത് ചെയ്തു? നിഗളിച്ചു. അവിടെ എന്ത് ചെയ്തു? തന്നെത്താൻ താഴ്ത്തി ക്രൂശിന്റെ മരണം വരെ എന്ത് ചെയ്തു? അനുസരണം ഉള്ളവനായി തീർന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എല്ലാ അധികാരവും ദൈവം എന്ത് ചെയ്തു? പുത്രന് കൊടുത്തു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പുത്രന്റെ നാമത്തിൽ എന്ത് പറഞ്ഞാലും അവിടെ അത്ഭുതം നടക്കും. രോഗികൾ സൗഖ്യമാകും, ഭൂതസ്ഥർ വിടുതൽ പ്രാപിക്കും അല്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം ഇപ്പോഴും മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുന്നത്? ഏകസത്യ ദൈവമായി നിന്നെയും ന്യായിച്ച യേശുവിനെ അറിയുന്ന അറിവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇവൻ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ദൈവം എന്ത് ചെയ്തു? വെട്ടി. എന്താ വെട്ടിയത്? വെളിച്ചത്തെ വെട്ടി. ഹല്ലേലൂയ സ്തോത്രം. ഇപ്പൊ അവന് വേഷം മാത്രമേ ഉള്ളൂ. എങ്ങനെയാ വേഷം കാണിക്കുന്നത്? അന്ന് നമ്മൾ ലോകത്തിലൂടെ ഓരോ കാര്യങ്ങളൊക്കെ, ലോകത്തിലുള്ള ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ കണ്ടു, വെളിച്ചം കൊണ്ട് വെക്കണം അല്ലേ? കറണ്ട് പോയാൽ അവിടെ ഇരുളാം. വെളിച്ചത്തിൽ ഇങ്ങനെ ഓരോ രൂപത്തെ എന്ത് ചെയ്യും? വെക്കും. അല്ലെങ്കിൽ അവൻ എന്തില്ല? വെളിച്ചം. അതിന്റെ വെളിച്ചത്തെ ദൈവം വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ലത്തീൻ ഭാഷയിലാണ് ലൂസിഫർ കേട്ടോ. അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ഹീലേൽ, ഹെയ്ലേൽ അങ്ങനെയും പറയാം. ഹീലേൽ അർത്ഥം എന്താണെന്നറിയോ? വെളിച്ചവാഹി, തേജസ്, പിന്നെ ഉദയ നക്ഷത്രം. അല്ലെങ്കിൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിളങ്ങുക എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. വെളിച്ചമായിരുന്നവൻ അവനെ ദൈവം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എന്ത്? നമ്മുടെ ദൈവത്തിന് മാത്രമാണ് ആര്? ഉയരത്തിലുള്ള വെളിച്ചം. ഉയരത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം വെളിച്ചത്തെ നമുക്ക് എന്ത് ചെയ്തു? ദൈവം അയച്ചു. പുത്രനാകുന്ന വെളിച്ചത്തെ നമുക്ക് എന്ത് ചെയ്തു? ആ വെളിച്ചത്തിൽ നടക്കുന്നവനൊക്കെ ആരുണ്ട്? പിതാവുണ്ട്. അല്ലെങ്കിൽ ആ വെളിച്ചത്തിൽ നടക്കാത്തവനൊന്നും എന്തില്ല? പിതാവില്ല. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 17 മുതൽ വായിച്ചാൽ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഹല്ലേലൂയ ചെയ്ത് കണ്ടിട്ട് എന്ത് ചെയ്തു? മടങ്ങി വന്നിട്ട് പറയുകയാണ്, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ നിന്റെ നാമത്തിൽ. എങ്ങനെയാ വിളിച്ച യേശുവിനെ? കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. കർത്തൃത്വം നടത്തുന്നവനെ, സൃഷ്ടികർത്താവെ നാം വിളിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പഴയ നിയമത്തിലൊക്കെ എങ്ങനെയാ ഇരിക്കുന്നത്? ദൈവമായ കർത്താവ്. പിന്നെ ഇവിടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ പുത്രനെ എങ്ങനെയാ വിളിക്കുന്നത്? കർത്താവായ യേശു. മറ്റേ ദൈവമായ കർത്താവ് എന്ന് വെച്ചാൽ സൃഷ്ടിച്ച കർത്താവ്. പുതിയ നിയമത്തിൽ വരുമ്പോഴോ കർത്താവായ യേശു. ഉണ്ടോ? കർത്താവായ യേശു എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ദൈവമായ കർത്താവ് എന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവമായ കർത്താവ് ഒരുവനെ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ. എന്നിട്ട് പറയാണ്, സാത്താൻ, യേശു പറയാണ്, സാത്താൻ മിന്നൽ പോലെ കണ്ടു. സാത്താൻ ഇപ്പൊ എവിടെ വീണിട്ടുണ്ട്? അതിന്റെ പ്രവാസത്തെ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞപ്പോ യേശു കാണുകയാണ് സാത്താൻ എങ്ങനെയാ വീണത്? മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് കണ്ടു. പിന്നെ പാമ്പുകളെയും. ആരാണ് പാമ്പ്? പിശാച്. കണ്ട, പാമ്പുകളെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചുക്കളും. യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവവേഗനെന്ന് വിശ്വസിക്കുന്നത് കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന. വായിച്ചാട്ടെ. ഒന്നും നിങ്ങൾക്ക് ഒരു നാളും
ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിക്കും. വായിച്ചാട്ടെ. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, ആ നാഴികയിൽ പുത്രൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത് കേട്ടണം. എങ്ങനെയാ പറഞ്ഞത്? കോഷ്കിന്റെ ആത്മാവിലാണോ ദൈവപുത്രൻ വന്നത്? പരിശുദ്ധ ആത്മാവ് ദൈവശക്തിയിൽ അവൻ നിറഞ്ഞ്, ദൈവശക്തിയിൽ നിറഞ്ഞ് പുത്രൻ പറയുകയാണ്. എങ്ങനെയാ പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? പിതാവേ. വായിക്കേ. സ്വർഗത്തിനും ഭൂമിക്കും സ്വർഗത്തിനും ഭൂമിക്ക് കർത്താവ് ആരാ? പിതാവ് എന്ന് വെച്ചാൽ സൃഷ്ടികർത്താവ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം സൃഷ്ടിച്ച ഒരേ ഒരാളാണ്. സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ. വായിക്കേ. ഇതാ ദൈവപുത്രൻ പറയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറയാണ്, ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ കൊണ്ട് ആര്? പുത്രൻ ആരെ വാഴ്ത്തുന്നു? തുല്യ ദൈവത്തെ ആരാധിക്കുന്നല്ലേ? അങ്ങനെയാണോ ഇവർ പഠിപ്പിക്കുന്നതനുസരിച്ച്? ആരാ നമ്മുടെ കർത്താവ്? ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന, ശത്രു തന്റെ പാദപീഠമാകുവോളം കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹാപുരോഹിതനായിരിക്കുന്ന, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് എന്നേക്കും പുരോഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവ് ആരെ ആരാധിക്കുകയാണ്? പിതാവിനെ ആരാധിക്കണം. ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ. എന്നിട്ട് ആത്മാവിൽ നിറഞ്ഞു പറയണ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയത് കൊണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ പിതാവ് എല്ലാം എങ്കൽ മേൽ എന്ത് ചെയ്തു? പരമേൽപ്പിച്ചു. സകലം എന്റെ മേൽ എന്ത് ചെയ്തിരിക്കുക? പരമേൽപ്പിച്ചിരിക്കുന്നു. പറയാണ് പുത്രൻ ഇന്നവനെന്ന്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയാണ്, പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. ഇത് വേറൊരാൾക്ക് കിട്ടി. ആ ആളുടെ മേലാണ് സഭ പണിതത്. ആരാ? പത്രോസ്. ബെറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ. നീ ഭൂമിയിൽ കെട്ടുന്നത് എന്ത് ചെയ്യും? സ്വർഗത്തിൽ കെട്ടപ്പെടും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. യേശു ഇവിടെ എന്താ പറഞ്ഞത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അല്ലേ? ഈ അധികാരം ആർക്കാ കിട്ടിയത്? പത്രോസിന് ആദ്യം കിട്ടി. പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അഭിഷക്തനാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം പറയാം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക്. അപ്പൊ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ആർക്കാ ഉള്ളത്? നമുക്കാ ഉള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഇവർക്ക് എന്തില്ല? ആ താക്കോലില്ലേ? എന്താ ആ താക്കോല്? പരിജ്ഞാനത്തിന്റെ. ഹല്ലേലൂയ സ്തോത്രം. പരിജ്ഞാനത്തിന്റെ താക്കോലുണ്ട്, ദാവീദിന്റെ താക്കോലുണ്ട്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ട്, അഗാധകൂപത്തിന്റെ താക്കോലുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കുറെ താക്കോലുകളുണ്ട്. എന്നാൽ നമുക്ക് കിട്ടിയ താക്കോൽ എന്താ? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്ന താക്കോൽ. ഹല്ലേലൂയ. ആ അറിവിന്റെ താക്കോൽ ആർക്ക് കിട്ടി? അതുകൊണ്ട് അറിവിന്റെ താക്കോലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് അവിടെ കെട്ടും, സ്വർഗത്തിലും കെട്ടപ്പെടും. നമ്മൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കും. കാരണം നമുക്ക് പിതാവ് ആരാന്നും പുത്രൻ ആരാന്നുള്ള അറിവ് നമുക്ക് ദൈവം എന്ത് ചെയ്തു? പുത്രൻ ആരാണെന്ന് പിതാവ് നമുക്ക് എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നെ. എങ്ങനെ വെളിപ്പെടുത്തി തന്നെ? വചനത്തിലൂടെ എന്ത് ചെയ്തു? ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നു. നമ്മളെ ആരാന്ന് പഠിപ്പിച്ചേ? നമ്മുടെ കർത്താവാണ്. പിന്നെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മഹാപുരോഹിതനാണ്. ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടി ഹല്ലേലൂയ നിത്യജീവനം നൽകുന്നവനാണ്. പിതാവിനോട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നവനാണ്. ഒരുപാട് കാര്യം നിങ്ങളെ കുറിച്ച്, പുത്രനെ കുറിച്ച് പഠിച്ചു. ഈ അറിവാണ് നിത്യജീവൻ. ആ അറിവാണ് താക്കോല് കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാട്ടെ, താട്ട് വായിച്ചാട്ടെ. അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും അറിയുന്നില്ല. പുത്രനും. ഇതെങ്ങനെയാ പുത്രൻ പറയുന്നത്? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു കണ്ടോ. അഭിഷേകത്തോട് പറയണം, പിതാവ് ആരാണെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പുത്രന് സ്തോത്രം വെളിപ്പെടുത്താത്ത ഇവർക്കൊക്കെ ഈ പിതാവും പുത്രനും തുല്യ ദൈവം എന്ന് പറയുന്ന ഇവർക്കൊക്കെ ഏത് ആത്മാവാണ്? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവറ്റാണ് പറയുന്നത്. പിതാവ് ഹല്ലേലൂയ സ്തോത്രം ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഇതിന്റെ കൂടെ ഒരു വാക്യം വായിച്ചോണ്ട് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8:4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയാണ്, ഇത് ആർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്? പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പൗലോസ് പറയാണ്, പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, യേശു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. ഈ അറിവില്ല. പിതാവ് ആരാം പുത്രനാണെന്നുള്ള അറിവ് ആരില്ല? എല്ലാവരിലും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചിട്ട് 24 വരെ വായിച്ചാട്ടെ.
ആ നിങ്ങൾ കാണുന്നതിനെ കാണുന്നു. എന്നിട്ട് ശിഷ്യന്മാരുടെ നേരെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. ഭാഗ്യമുള്ളത്, നിങ്ങളെ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ട് എന്ത് ചെയ്തില്ല, കണ്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ പഠിപ്പിച്ചില്ലേ, ഹല്ലേലൂയ സ്തോത്രം. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടല്ല അവർ ആ ശുശ്രൂഷ ചെയ്തത്. ഈ കാലത്താണോ ക്രിസ്തു വരുന്നതെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, ആരാഞ്ഞു നോക്കി അല്ലേ, ആരാഞ്ഞു നോക്കിയപ്പോൾ അവർക്കായിട്ടല്ല നമുക്കായിട്ടാണ് ആ ശുശ്രൂഷ അവർ ചെയ്യുന്നതെന്ന് അവർക്ക് എന്ത് ചെയ്തു, വെളിപ്പെട്ടു വന്നു. അപ്പോൾ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച അനേക പ്രവാചകന്മാരൊന്നും എന്ത് ചെയ്തിട്ടില്ല. യെശയ്യാവ് പ്രവചിച്ചല്ലേ, നമുക്കൊരു മകൻ നൽകപ്പെട്ടു, പിന്നെ കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, പിന്നെ യെഹെസ്കേൽ പ്രവചിച്ചു, പിന്നെ ദാനിയേൽ ഹല്ലേലൂയ സ്തോത്രം യെഹെസ്കേൽ പ്രവചിച്ചു, പിന്നെ ദാവീദ് പ്രവചിച്ചു, ഹല്ലേലൂയ സ്തോത്രം. ഇവരെല്ലാം പ്രവചിച്ചിട്ട് അവരെല്ലാം കാത്തിരുന്നു. കണ്ടോ, ആദ്യം പറഞ്ഞ ആരോടാ, ആദാമിനോട് പറഞ്ഞു. രണ്ടാമത് ഈ സന്തതിയെക്കുറിച്ച് പറഞ്ഞത് ആരോടാ, ആദ്യം ആദാമിനോട് പറഞ്ഞു സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞു. പിന്നെ ഈ വാഗ്ദത്തം ആർക്കാ കൊടുത്തത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ, വാഗ്ദത്തം, രണ്ടാമത് ന്യായപ്രമാണം, മൂന്നാമത് വിശ്വാസം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. അപ്പോൾ വാഗ്ദത്തം ആർക്ക് കൊടുത്തു, അബ്രഹാം. വാഗ്ദത്തം കൊടുത്ത പിന്നെ അബ്രഹാം പോലും ആ സന്തതിയെ കണ്ടോ. ഇനി പോട്ടെ, ദാവീദ് കണ്ടോ, ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുള്ളൂ, ഇതാവുന്ന എന്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ദാവീദ് കണ്ടോ. അതുകൊണ്ട് ഏറിയ പ്രവാചകന്മാർ എന്ത് ചെയ്തു, ഈ യേശുവിനെ കാണാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചു, എന്ത് ചെയ്തു, കണ്ടില്ല. വായിച്ചാട്ടെ. ആമേ സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കേൾക്കുന്നതിനെ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന്. ഹല്ലേലൂയ സ്തോത്രം. ആമേ സ്തോത്രം. അതുകൊണ്ട് സാത്താൻ എങ്ങനെ വീഴുന്നത്, മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീണത്. ഹല്ലേലൂയ സ്തോത്രം. ആര് കണ്ടു, യേശു കണ്ടു. യേശു കണ്ട അതിനുശേഷം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് പറയുന്നത്, പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അപ്പൊ നമുക്ക് വെളിപ്പാട് കിട്ടി. പുത്രനാ ദൈവമല്ല, ആരാ, നമ്മുടെ കർത്താവും രക്ഷിതാവും, പിന്നെ നമ്മുടെ ഹല്ലേലൂയ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ പക്ഷവാതം കഴിച്ച് പിതാവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം. പിതാവ് പറഞ്ഞാലേ പുത്രൻ എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ. ആ വരവും നാഴിയും സമയം സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും കൂടെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ആ പുത്രനെയാണ് നമുക്ക് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വിശ്വസിക്കുന്നത്. പാപം ഒഴികെ സകലത്തെയും എന്ത് ചെയ്തു, സഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. പാപം ഒഴികെ പാപം ചെയ്തോ കർത്താവ്, ഇല്ല, പാവമില്ല. പാപം ഒഴികെ സകല പരീക്ഷയിലും എന്ത് ചെയ്തു, സകല രോഗവും നമ്മളെ ചുമന്നു. അതുകൊണ്ട് യേശു കർത്താവേ എന്ന് പറഞ്ഞുമ്പോൾ തന്നെ നമ്മളെ സഹായിക്കാൻ അവൻ എപ്പോഴും ആരാ, ശക്തൻ. എന്തുകൊണ്ടാ, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു, എല്ലാ പരീക്ഷയും എന്ത് ചെയ്തു, സഹിച്ചുകൊണ്ട് യേശു കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ആ യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും, കർത്താവ് ആ കഷ്ടമൊക്കെ സഹിച്ചിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്യും, സഹിക്കാവുന്നതിന് വീതം നമുക്ക് എന്ത് ചെയ്യില്ല, കഷ്ടം തരില്ല. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതോടുകൂടി പോകുമ്പോഴും തരും. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 12:7 മുതൽ വായിച്ചാൽ, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മഹാസർപ്പത്തോട് യുദ്ധം ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിപ്പം വായിച്ചായിരുന്നു ആ സർപ്പത്തെ കുറിച്ച്. യുദ്ധം ചെയ്തു. 12 വരെ ജയിച്ചില്ല താനും, സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടില്ല താനും. ഇവരാരാന്നൊക്കെ, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും. കണ്ട, അവന്റെ പേരൊക്കെ എന്തൊക്കെയാ, പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. അല്ല സ്തോത്രം. പൗലോസ് പറയുന്നുണ്ട്, സർപ്പം ഹവ്വായെ വഞ്ചിച്ചതുപോലെ നിങ്ങളെയും വഞ്ചിച്ചു എന്ന് ഞാൻ എന്ത് ചെയ്തു, ഭയപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. അപ്പം പിശാചിന്റെ ഒരു രൂപം ഏതാ, സർപ്പം. പിന്നെ ഇനി ഒരു രൂപമുണ്ട്, പിശാച് അലർന്ന സിംഹം പോലെ എന്ത് ചെയ്യും, ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്ത് ചെയ്യും, പല വേഷം തരും. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ വഴി നശിക്കാതിരിക്കാൻ പുത്രനെ ചോദിച്ചു. നമ്മൾ പോണ വഴിക്ക് വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായ പുറകെ ചാടി വണ്ടി മറിഞ്ഞ് ആള് മരിച്ചെന്ന് പറഞ്ഞ വാർത്ത വായിക്കാറില്ലേ. നായ്മേൽ ആര് കയറും, പിശാച് കയറും. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവ് കല്ലറയിൽ താമസം ലഗ്യോൻ ബാധിച്ച ഭൂതകസ്ഥനെ വിടുവിക്കാൻ പോകുമ്പോൾ എന്താ പറഞ്ഞേ, ഞങ്ങൾ ഈ പന്നിക്കൂട്ടത്തിലേക്ക് എന്ത് ചെയ്തോളാം. ഭൂതങ്ങൾ എങ്ങോട്ടാ പറഞ്ഞത്, ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ട് വിടണം. അപ്പൊ പട്ടിയിൽ വരുന്നതും പന്നിയിൽ വരുന്നതൊക്കെ ആരാ, കണ്ടോ. അവന്റെ ആഴങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, അവന്റെ സാത്താന്റെ ആഴങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവന്റെ ആഴം ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിച്ചെന്ത്, ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്യണം,
എണ്ണി നോക്കണം, തോന്നിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ പോകുമ്പം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം വണ്ടിയുടെ മുമ്പിലേക്കൊക്കെ മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യും? എടുത്ത് ചാടിപ്പിക്കും. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? മാറിപ്പോകും. കുറ്റം ആർക്കാ വരുന്നത്? മൃഗത്തിനാ വരുന്നത് അല്ലേ? അതുകൊണ്ട് പിശാചിന്റെ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വഴി നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധനെ നീ ഞങ്ങളെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുകൊണ്ട്? നിന്റെ വശത്ത് 1000 നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. അല്ലെങ്കിൽ യഹോവ നീ എന്റെ സങ്കേതമാകുന്നു, അല്ലെങ്കിൽ നിന്റെ സങ്കേതവും ബലവും കോട്ടയും ആശ്രയിക്കുന്ന പാറയൊക്കെ ആരായിരിക്കണം? ആ യേശപ്പനായിരിക്കണം. അല്ലെങ്കിൽ പിതാവായ യേശപ്പന്റെ സന്നിധിയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വഴി നശിക്കാതെ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ സ്തോത്രം വായിച്ചേ. തള്ളിയിട്ടു. ഹല്ലേലൂയ സ്തോത്രം. യേശു എന്താ പറഞ്ഞേ? മിന്നൽ പോലെ വീഴുന്ന കണ്ടെന്നാ പറഞ്ഞേ അല്ലേ? സാത്താൻ എന്ത് ചെയ്തു? തള്ളിയിട്ടു. ആ ആ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ഹല്ലേലൂയ സ്തോത്രം. അപവാദിയെ എന്ന് തള്ളിയിട്ടു? രാപ്പകൽ കുറ്റം പറയുന്നവനെ എന്ത് ചെയ്തു? അതാ മിന്നൽ പോലെ വീഴുന്നത് എന്ത് ചെയ്തു? കണ്ടു. ഹല്ലേലൂയ. അധർമ്മമൂർത്തിയുടെ ശക്തി എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ എന്ത് ചെയ്യണം? നീങ്ങിപ്പോ. അപ്പൊ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അധർമ്മമൂർത്തി എന്തുണ്ട്? ഇവിടെ ഓൾറെഡി ഉണ്ട്. അവനാരാന്ന്? വെട്ടേറ്റ് വീണ പിശാച. അവനെയാണ് ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 3-ാം നൂറ്റാണ്ട് മുതൽ ഈ തൃത്വം എന്നുള്ളത് ക്രിസ്തുവിന് മുമ്പേ ആരാധന ഉള്ളതാണ്. ഈ തൃത്വം എന്നുള്ളത് ക്രിസ്ത്യാനികളുടെ ആരാധന മൂർത്തിയല്ല. അത് ഹല്ലേലൂയ സ്തോത്രം, അത് ബാബിലോൺ ആരാധനയാണ്. അത് ക്രിസ്തുവിന് മുമ്പേ ഉണ്ടായിരുന്ന ആരാധന. ആ തൃത്വത്തെ എന്തുകൊണ്ട് കൊണ്ടുവന്നു? ഈ ഹല്ലേലൂയ ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ തൃത്വത്തിൽ ഇവർ എന്ത് ചെയ്യുന്നു? ആരാധന തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. വായിച്ചാൽ എങ്ങനെയാ ജയിച്ചത്? അവർ തങ്ങളുടെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ഹല്ലേലൂയ സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലുള്ളവരൊക്കെ എന്ത് ചെയ്തു? ജയിച്ചു. വായിച്ചാൽ ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ. പിശാചിന് എത്ര കാലമേ ഉള്ളൂ? അതുകൊണ്ട് അവൻ എന്നേ വന്നു? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. കാലിലെ പെന്തക്കോസ്തുകാരും മറ്റുള്ള സാമുദായിക സഭക്കാരും എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരെയാ? സോർ രാജാവിനെ. സോർ രാജാവ്, പഴയ പാമ്പ്, പിന്നെ സർപ്പം, പിന്നെ സാത്താൻ, പിശാച്, ഹല്ലേലൂയ സ്തോത്രം. ഇതൊക്കെ ആരാ? ഇവന്റെ പേരാ. 84-ാം സങ്കീർത്തനം 11-ാം വാക്യം ഒന്ന് വായിച്ചോ. യഹോവയായ ദൈവം. നമ്മളിപ്പോ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എങ്ങനെ വായിച്ച? അരുണോദയ പുത്രനായ ശുക്രാന്തി എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. നമ്മൾ വായിച്ചേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. ഈ മോളിൽ കാണുന്ന സൂര്യനല്ല, ദൈവം ഉണ്ടാക്കിയ വെളിച്ചോ. നമ്മുടെ ദൈവം വെളിച്ചമാ. അതിനുകൊണ്ട് അവന്റെ സൂര്യനും പരിചയമാകുന്നു. ആമേ. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന. നാമത്തെ ആദ്യം എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഏതാ നാമം? യേശു. പിതാവിന്റെ നാമം ആർക്ക് കൊടുത്തു? ഒരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ കൈക്കൊള്ളും. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നില്ല? കൈക്കൊള്ളുന്നില്ല. അപ്പന്റെ പേര് വന്ന ആളാണ് പുത്രൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കുമ്പോൾ, നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. നീ എനിക്കിട്ടിരിക്കുന്ന പേര് ആരുടെ പേരാ? നിന്റെ പേരാ. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം നാമത്തെ അറിയുന്നവർക്കോട് പറയുകയാണ്. വായിച്ചേ. നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ രോഗോപശാന്തിയോട് കൂടെ എന്ത് ചെയ്യും? ഉദിക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഒരു പേര് നീതി സൂര്യൻ. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അല്ലെങ്കിൽ അവന്റെ പേരുണ്ടായിരുന്നു അതിശയവാൻ. അതിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അത് അതിശയമുള്ളത്. അവനോട് അതിശയം പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു? പോയി. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ പേര് അതിശയവാൻ, പിന്നെ നീതി സൂര്യൻ, പിന്നെ യഹോവ എന്ന് പറയുന്നതിന് എബ്രായ ഭാഷയിൽ യഹോവ, ഗ്രീക്ക് ഭാഷ വരുമ്പോൾ യേശു,
പിന്നെ സമാധാനത്തിന്റെ ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു, എന്നെ കാണുന്നവൻ, അങ്ങനെ അനേക നാമങ്ങളുണ്ട്. 272ഓളം നാമങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45:7 മുതൽ വായിച്ചു. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. ദൈവം പറയാണ് ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ യേശു ആകുന്നു. മറ്റൊരുത്തനുമില്ല. യഹോവ പറഞ്ഞു മറ്റൊരുത്തനും ഇല്ല, ദൈവമായിട്ട് വേറെ ഒരുത്തനും ഇല്ല. പിന്നെ ദൈവം സൃഷ്ടിച്ചതാണ് സകലവും. പുത്രനെ സൃഷ്ടിച്ചു, നമ്മളെ സൃഷ്ടിച്ചു, ലോകത്തെ സൃഷ്ടിച്ചു, സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു, പിന്നെ ദൂതന്മാരെ സൃഷ്ടിച്ചു, ഈ ലൂസിഫറിനെ സൃഷ്ടിച്ചു. ഇവനെന്ത് ചെയ്തു? പാപത്തിൽ വീണു അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവന് വന്ന ശിക്ഷവിധിയിൽ നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ആ പിശാചും അവന്റെ സേനയും വീണു പോയെടുത്ത് നമ്മളെ അവർക്ക് പകരമായിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുക? ഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു? മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അലല്ലാസ്തവന്റെ ജീവശ്വാസം ഊതി ഈ കൽപ്പനകളൊക്കെ നമുക്ക് നൽകി. ഇതിൽ വിശ്വസിച്ച് കർത്താവിനെ ആരാധിച്ചു പോകുന്ന അനേകർ എന്ത് ചെയ്യും? നിത്യജീവന് അവകാശികളാകും. വായിച്ചാലേ ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു. ഞാൻ ദൈവം പറയാം ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു. അപ്പൊ ആരായിരുന്നു? ലൂസിഫർ ആരായിരുന്നു? പ്രകാശമായിരുന്നു. പുത്രൻ ആരായിരുന്നു? അവനെ സകലർക്കും പ്രകാശമാക്കി വെച്ചല്ലേ പുത്രനെ. പുത്രൻ പിതാവിന് മേലെയല്ല. അങ്ങനെ ഒരുത്തനെ ചിന്തിച്ചോളൂ, ഒരു പുത്രനാ ദൈവവും ചിന്തിച്ചോളൂ. അവനെ ദൈവം എന്ത് ചെയ്തു? വെട്ടി താഴെയിട്ടത്. ഈ കാര്യം എന്ത് ചെയ്യരുത്? മറക്കരുത്. വായിച്ചാട്ടെ. പ്രകാശത്തെ ആരുണ്ടാക്കിയ? ദൈവം ഉണ്ടാക്കി. അന്ധകാരത്തെയും ആരും ഉണ്ടാക്കി? വെളിച്ചവും ഇരുട്ടും ദൈവമാണ് ഉണ്ടാക്കിയത്. നന്മയും ഉണ്ടാക്കുന്നു. നന്മ ഏതം തോട്ടത്തിന് നന്മയും തിന്മയും എന്തിനാ വെച്ചത്? നിനക്ക് നല്ലത് തിരഞ്ഞെടുക്കാൻ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ജ്ഞാനം തന്ന, അറിവ് തന്നു. നീ എന്ത് ചെയ്തു? പിശാചിന്റെ ആഴങ്ങളിൽ എന്ത് ചെയ്തു? അതുകൊണ്ട് ഹവ്വായിക്ക് എന്താ പറ്റിപ്പോയേ? പിശാചിന്റെ ആഴത്തെ എന്ത് ചെയ്തു? വീണുപോയി. പിശാചിന്റെ ആഴങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അല്ലെങ്കിൽ അവക്കും എന്ത് ചെയ്തു? അവൻ വന്നൊരു ഒറ്റ ചോദ്യം, ഒരു ചോദ്യം ചോദിച്ചു. അവന്റെ തന്ത്രം മനസ്സിലാക്കണം. വാസ്തവമായി നിങ്ങളിത് തിന്നരുത് നിങ്ങൾ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞു? കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല ദൈവത്തിന്റെ വചനം. ദൈവത്തിന് എങ്ങനെ വചനം പറഞ്ഞത്? നിങ്ങൾ നന്മ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്ന നാൾ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കുമെന്ന് പറഞ്ഞു. ഇവളെന്ത് പറഞ്ഞു? തിന്നുകയും വരുത്, തൊടുകയും വരുതെന്ന് പറഞ്ഞു അല്ലേ? തുടരുതെന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യരുത്? കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. അപ്പൊ കൂട്ടിയവരൊക്കെ ഇപ്പൊ ആരാന്നാ പറഞ്ഞിരിക്കുന്നത്? കള്ളന്മാരാ. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാട്ടെ. യഹോവയായ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. അപ്പൊ നന്മയും തിന്മയും ആരെയാ ഉണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാ? ഈ പരീക്ഷ നമ്മൾ ഇതിപ്പോ നിങ്ങളൊക്കെ പരീക്ഷ എഴുതിയിട്ടുള്ളവരല്ലേ? പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ. പരീക്ഷ എന്തിനാ? ജയിച്ചടുത്ത ക്ലാസ്സിലേക്ക് എത്താനല്ലേ? അല്ലെങ്കിൽ സ്വന്തം. അപ്പോൾ നമുക്ക് ദൈവം പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ തന്നേക്കുന്നത് അറിയാം? ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതി എന്ത് ചെയ്യണം? പാസ്സാകുന്നവർക്ക്. അതാണ് പൗലോസ് പറഞ്ഞ ഈ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പരീക്ഷ 2 മണിക്കൂറാണ്. ക്രിസ്തീയ പരീക്ഷ എന്ന് പറയാം. ജീവപര്യന്തോ ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ പരീക്ഷ എന്താണ്? തിമോത്തിയോസിനോട് പറയാം, നീ ഇത് കർത്താവിന്റെ വരവ് വരെയും എന്ത് ചെയ്യണം? പ്രമാണിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പം വരവ് വരെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ജഡമാകുന്ന ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അകത്തെ ആത്മാവിന് മനുഷ്യന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കണം. ഇവർ 3 ദൈവമുണ്ട് 5 ദൈവമുണ്ടെന്നൊക്കെ പറയും. നമ്മൾ എന്ത് ചെയ്യരുത്? ചെവി കൊടുക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ അവരോ നാശയോഗ്യരായിരിക്കുക, മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇരട്ടിച്ച നരകയോഗ്യരായിക്കൊണ്ടിരിക്കുക. അത് നന്മയും ഹല്ലേലൂയ തിന്മയും ആരാ സൃഷ്ടിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2:24 വായിച്ചാട്ടെ. കണ്ട, സാത്താന്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടില്ലാത്ത ശേഷം പേരോട് വേറൊരു ഭാരം നിങ്ങളുടെ മേൽ ഞാൻ വെക്കുന്നില്ല, എങ്കിലും കൽപ്പിക്കുന്നു. ജയിക്കണം. ഈ പരീക്ഷ എന്ത് ചെയ്യണം? ഈ ശരീരത്തിൽ നിന്ന് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അല്ല, ദൈവം കൽപ്പിച്ചതിനപ്പുറം പോകുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ കണ്ട, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ എന്ത് ചെയ്യും? ദൈവം സകലത്തിന് അധികാരം ആർക്കാ കൊടുത്തേക്കുന്നത്? പുത്രന് കൊടുക്കുന്നത്. അതുപോലെ പുത്രൻ നമുക്ക് അധികാരം തരുന്നത്. മനസ്സിലായോ? ദൈവമല്ല, പുത്രന് ദൈവം കൊടുത്തു, പുത്രൻ നമുക്ക് എന്ത് ചെയ്യുന്നു? അതല്ല ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അല്ലെങ്കിൽ ദൈവം അത് ആർക്ക് കൊടുത്തു? പുത്രന് കൊടുത്തു. പുത്രൻ ദൂതൻ മുഖാന്തരം എന്ത് ചെയ്തു? യോഹന്നാൻ അത് പ്രദർശിപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ.
യഹൂദന്മാർ പറയാ, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ. ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. ദൈവമാണ് ഞങ്ങളുടെ പിതാവ്. വായിക്കും. ദൈവം തന്നെ എന്ന് പറഞ്ഞു. ആ. യേശു അവരോട് പറഞ്ഞത്, യേശു പിന്നെ അവരോട് പറയാണ്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ ആ. നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ എന്നെ സ്നേഹിച്ചാണ്. യേശു എന്താ പറഞ്ഞത്? പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല? പുത്രനെ അറിയുന്നില്ല. അപ്പൊ യഹൂദന്മാർ പുത്രനെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അറിഞ്ഞില്ല. വായിക്കും. എന്നെ സ്നേഹിക്കുമായിരുന്നു. ആ. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് എത്ര വട്ടം പറഞ്ഞാലും ഞാൻ തുല്യനാം ദൈവം എന്ന് പറഞ്ഞ ഈ സാത്താൻ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്തോണ്ടിരിക്കുക? പറഞ്ഞോണ്ടിരിക്കുക. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാ. എന്തിനാ വന്നേ? പാപികളായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം അയച്ചതാ പുത്രനെ. നമ്മളെ രക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തിയ നമ്മൾക്ക് വേണ്ടി ഇനി എല്ലാ കാര്യവും ദൈവത്തോട് പറയാൻ ഒരു മഹാപുരോഹിതനാക്കി വെച്ചിരിക്കുക. ആ പുത്രനെ അറിയാതെ പുത്രനാം ദൈവം എന്ന് പറഞ്ഞ് ഇന്ന് ആരാധിച്ചുകൊണ്ട്, സാത്താനെ ആരാധിച്ചുകൊണ്ട് അവരുടെ വഴിയിലൊക്കെ എന്ത് ചെയ്യുന്നു? അവരെന്തായി തീർന്നിരിക്കുക? ഇരുട്ടിന്റെ വഴിയിൽ നടക്കുകയാണ്. എന്തിന്റെ വഴിയാ? ഇരുട്ടിന്റെ വഴി. വെളിച്ചത്തിന്റെ വഴിയിലല്ല അവർ നടക്കുന്നത്. വായിച്ചാട്ടെ. കണ്ടോ? എന്നിട്ടും പറയാം, ഞാൻ സ്വയമായി വന്നതല്ല. ഇവർ പറയുന്ന അനുസരിച്ച് തുല്യനാം ദൈവം മരിച്ചിട്ട് തന്നെത്താൻ ഉയർത്തുന്നത്. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ തന്നെത്താൻ ഉയർത്തുന്നത്? ഒരിടത്ത് പോലും എഴുതിയിട്ടില്ല. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് തന്നെത്താൻ ഉയർത്തണം. വായിച്ചേ. ഞാൻ സ്വയമായി വന്നതല്ല. കണ്ട, ദൈവം അയച്ച. സ്വയമായിട്ടൊന്നും ആർക്കും ഇന്ന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചവനെയാണ് ദൈവം എന്ത് ചെയ്തത്? വെട്ടിക്കളഞ്ഞത്. വായിക്കേ. എന്റെ വചനം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? നിങ്ങൾക്ക് എന്തില്ല? മനസ്സില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. 43 ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11:2 മുതൽ വായിച്ചാൽ. നിങ്ങളെക്കുറിച്ച് പൗലോസ് പറയാം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. നിങ്ങളെ ആർക്കാ പറഞ്ഞത്? ഏക പുരുഷൻ എന്നാ പറഞ്ഞത്. ഏക ദൈവം എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിനെ ആരാട്ടാ പറഞ്ഞേക്കുന്നത് അവിടെ? ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കന്യക എന്തായിരിക്കും? അവിടെ സ്വർഗത്തിൽ ആരും വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, അല്ലെങ്കിൽ അവിടെ വിവാഹം കഴിക്കുന്നുമില്ല. അല്ലെങ്കിൽ യേശുവിൻ്റെ അടുത്ത് ഒരുത്തൻ പോയി ചോദിച്ചു. ഒരുത്തന് ഒരു സഹോദരിക്ക് 7 പുരുഷന്മാരുണ്ടായിരുന്നല്ലേ, ഭർത്താക്കന്മാർ. 7 സഹോദരന്മാർ മരിച്ചുപോയി. സ്വർഗത്തിൽ അവൾ ആർക്ക് ഭാര്യയായി തീരുമെന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞ മറുപടി? അവിടെ ആരും വിവാഹത്തിന് കൊടുക്കുന്നുമില്ല, വിവാഹം കഴിക്കുന്നുമില്ല. അവിടെ എല്ലാവരും എന്തായി തീരും? ദൂത തുല്യരാകും. അപ്പം നമ്മളൊക്കെ ആരായി തീരുമെന്ന് പറഞ്ഞേ? ദൂത തുല്യരാകാൻ വേണ്ടി. അപ്പം വീണുപോയ ദൂതന്മാർക്ക്, അതായത് സാത്താൻ അവൻ്റെ സേനയ്ക്കും, അവൻ വീണുപോയെടുത്ത് ദൈവം നമ്മളെ എന്ത് ചെയ്തു? മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഈ കൽപ്പനകളൊക്കെ തന്നിട്ട് നമ്മൾ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആരായി തീരും? ദൂത തുല്യരായി തീരും. ദൂതന്മാർക്ക് എന്തില്ലെന്നാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ നാളുകളിൽ? മരണമില്ല അല്ലേ? പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങരക്കിട്ട് പൂട്ടിയിരിക്കാൻ നമ്മൾ വല്ല സഹോദരൻ. എങ്ങനെ മനുഷ്യന്റെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ഓരോരുത്തർക്കും ബോധിച്ചവരായി എന്ത് ചെയ്തു? ഭാര്യമാരെ എടുത്തു. അവർ എന്ത് ചെയ്തു? പാപം ചെയ്തെന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പം ജഡവാസമുള്ള ദൂതന്മാരുണ്ട്, ജഡവാസം ഇല്ലാത്ത ദൂതന്മാരുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാലേ. എന്നിട്ട് പറയണേ, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള അവന് നിർമ്മല കന്യായി നമ്മളെ വിട്ടിരിക്കുക. അവനോട് കൂടെ വേണം നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യാനായിട്ട്? ആരാധിക്കാൻ. അപ്പം ക്രിസ്തുവിനോട് കൂടെ വായിക്കും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിർമ്മലതയും വഷളായി പോകുമോ എന്ന് എങ്ങനെയാ ഭയപ്പെട്ടത്? ഹവ്വായെ ഉപായത്താൽ എന്ത് ചെയ്തു? ഏതായി? സൂര്യരാജാവ് വെട്ടേറ്റ് വീണില്ലേ? നെകളിച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ സൗന്ദര്യ നിമിത്തം നെകളിച്ചില്ലേ? അല്ലെ ജ്ഞാന നിമിത്തം നെകളിച്ചില്ലേ? ആ സ്വഭാവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളും വീണു പോകുമോ എന്ന് ആര് ഭയപ്പെട്ടു? പൗലോസ് എന്ത് ചെയ്ത്? ഭയപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചാലേ. എന്നിട്ട് പൗലോസ് പറയാണ്, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവിനെ കുറിച്ച് വേറൊരു സുവിശേഷം പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുന്നു? അനുവദിക്കുന്നത്
ആശ്ചര്യം. വേറൊരു സുവിശേഷം പറയുന്നുണ്ട്, വേറൊരു യേശുവിനെ പറയുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ വേറൊരു സ്നാനം പറയുന്നുണ്ട്. ഇതൊക്കെ ഹല്ലേലൂയ സ്തോത്രം ബൈബിളിക്കലാണോ? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് ഇവിടെ നിന്ന് ഉയരത്തിലുള്ള വെളിച്ചങ്ങളുടെ പിതാവാണ്. അവന് നമ്മൾ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞേ? സ്തോത്രം ചെയ്യണം. ആ സ്തോത്രത്തിന്റെ വില എന്താന്ന് പറഞ്ഞേ? കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും വിലയേറിയതാ, അത് മഹത്വമേറിയതാ. ആ വിലയുള്ള സ്തോത്രം നമ്മൾ എന്ത് ചെയ്യും? ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞേ? പിതാവായ ഏകദൈവത്തിന്. എങ്ങനെ കൊടുക്കണം? വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം ആർക്ക് കൊടുക്കുള്ളൂ? അവൻ നമ്മൾ പത്രോസൊക്കെ എഴുതിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാനാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. എല്ലാ ലേഖനങ്ങളിലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു നമ്മുടെ പിതാവ് എന്താ? ഉയരത്തിൽ നിന്നുള്ള വെളിച്ചങ്ങളുടെ പിതാവാണ്. അവനെന്തില്ല? വികാരമില്ല, വിചാരമില്ല, ഗതിവേദത്താലുള്ള അച്ചാരവുമില്ല. ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കണം. അവൻ ആരാന്ന് പറഞ്ഞത്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ. ആ അഗ്നിയുടെ മധ്യത്തിൽ വസിച്ചിരുന്ന ദൈവത്തിന്റെ പുത്രനായിരുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ സോർ രാജാവ് എന്ത് ചെയ്തു? അവന്റെ ഗർവം കാരണം നിഗളിച്ച് അന്ന് അവനെ ദൈവം എന്ത് ചെയ്തു? അവന്റെ പ്രകാശത്തെ വെട്ടി ഇരുളാക്കി. അവൻ ഇന്ന് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ വ്യാപരിച്ചു. ഇപ്പോൾ എന്ത് ചെയ്തു? അവന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതാണ് തൃത്വം. അതുകൊണ്ട് ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്ന അറിവിൽ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിത്യജീവനായി നിങ്ങൾ ഓടുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഇരിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. നല്ല പിതാവേ, വീണ്ടും ഒരു ദിവസം കൂടി കർത്താവെ ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് സർവശക്തനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം ദൈവമേ നിന്റെ നാമത്തെ ദൂഷിക്കുകയും കർത്താവ് യേശു എന്ന പേരെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ദുരുപദേശ കൂട്ടങ്ങളിൽ നിന്ന് കർത്താവെ നിന്റെ ജനങ്ങളെ വിടുവിച്ചു കൊള്ളണമേ. കർത്താവെ, ഹല്ലേലൂയ തങ്ങളോ നാശയോഗ്യരായിരിക്കെ മറ്റുള്ളവരെ ഇരട്ടിച്ച് നരകയോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ഇടയിൽ നിന്ന് കർത്താവെ, ദുരുപദേശക്കാരുടെ ഇടയിൽ നിന്ന് കർത്താവെ നിന്റെ കുഞ്ഞാടുകളെ, നിന്റെ ഹല്ലേലൂയ ചെമ്മരിയാടുകളെ, നിന്റെ മക്കളെ, ഹല്ലേലൂയ ദൈവം പുത്രന് കൊടുത്ത മക്കളെ കർത്താവേ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകി കർത്താവിനെ ഹല്ലേലൂയ നാമത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരാക്കി ദൈവം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധവൽക്കാലം ദൈവത്തെ ആസ്വദിപ്പാൻ ഞാൻ കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം. ദൈവമേ, ഇന്ന് പോലെ ഹല്ലേലൂയ നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തിലും അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലും കർത്താവ് ദൈവത്തെക്കുറിച്ചും പുത്രനെക്കുറിച്ചുള്ള അറിവുണ്ടാകണമേ. കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം എന്ന അനേക ദിവസങ്ങൾ ആരാധിക്കുമ്പോൾ വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിച്ചു, ഹല്ലേലൂയ സ്തോത്രം ഞായറാഴ്ച ഉയർത്തു, ഹല്ലേലൂയ സ്തോത്രം ദൈവമേ ദിവസങ്ങളെല്ലാം ഹല്ലേലൂയ ആചരിക്കുമ്പോൾ കർത്താവെ ദൈവമേ ഇതെല്ലാം വചനത്തിന് വിരുദ്ധമാണെന്ന് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കാൻ സ്തുതിക്കുന്ന കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അറിവുണ്ടായി അവരുടെ ഭവനം മുഴുവനും രക്ഷിക്കപ്പെടണം കർത്താവ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന ദൈവത്തിന്റെ വചനപ്രകാരം യേശുവിനെ കർത്താവെന്ന് വാവുകൊണ്ട് ഏറ്റു പറയുവാൻ, യേശുവിനെ ദൈവപുത്രനെന്നല്ല ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവർ ദൈവപുത്രനല്ലാതെ കർത്താവെ അവർ ഹല്ലേലൂയ പുത്രനാ ദൈവം എന്ന് പഠിപ്പിക്കുമ്പോൾ കർത്താവ് യേശു ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ നല്ല മഹാപുരോഹിതനെ ഹല്ലേലൂയ തിരിച്ചറിയാനുള്ള കൃപ കൊടുക്കണേ കർത്താവേ. ഹല്ലേലൂയ ഈ പ്രാർത്ഥന കേട്ട ഓരോരുത്തരുടെ മേൽ ദൈവത്തിന് കരവിറങ്ങി അവരുടെ കുടുംബത്തിലെ സാമ്പത്തിക ആത്മീയ ഭൗതിക നന്മകളിലെല്ലാം കർത്താവേ നീ കരം നീട്ടി വിടുവിക്കണേ കർത്താവേ. പരിപൂർണ്ണ ആരോഗ്യം ബലം കൊടുക്കണം, രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണം കർത്താവേ. എൻ്റെ നാമത്തിനായി നിർത്തണം, സഹായിക്കണം, ബലപ്പെടുത്തണമേ. ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണേ നല്ല പിതാവേ.